ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദബ്രഹ്മസുധാമയീ വീണാധരി ശാതോദരി പാഹി മാം പരിപാഹി മാം. മംഗലാപുരത്തു നിന്നും 140 കിലോമീറ്ററാണ് കൊല്ലൂരേക്ക്. ഇന്നത്തെ കർണാടകയിലാണിത്. ഇവിടം കന്നഡികർക്ക് ഇന്നും മലനാടാണ്. ഉടുപ്പി, കുന്താപുരം, ഹെമ്മടിയൊക്കെ കടന്ന് വനപാതയിൽ 32 കിലോമീറ്റർ താണ്ടണം കൊല്ലൂരേക്ക്. പണ്ട് ഉടപ്പാലകൾ തഴച്ച സഹ്യസാനുക്കളിലൊന്നിൽ കോലമഹർഷി തപസിരുന്നു, പരമേശ്വരനെ കൺപാർക്കാൻ. മഹർഷിക്ക് ഈശ്വരൻ പ്രത്യക്ഷനായ അവിടം കോലപുരമായി പ്രസിദ്ധിയാർജിച്ചു. അത് പിന്നീട് കൊല്ലൂരായി. കൗമാസുരനും ഇവിടെയാണ് ശിവനെ തപം ചെയ്തത്. അമരത്വം ആശിച്ചായിരുന്നു ആ തപസ്. സുരവൃന്ദം കോലമഹർഷിക്കൊപ്പം ദേവിയെ ധ്യാനിച്ച് പ്രത്യക്ഷയാക്കി കൗമന്റെ അമരത്വം തടയണമെന്നപേക്ഷിച്ചു. ദേവി കൗമനെ മൂകനാക്കി. വരം ചോദിക്കാനാവാതെ മൂകാസുരനായി തീർന്ന കൗമൻ ക്രുദ്ധനായി നാലുപാടും കണ്ടവരെയെല്ലാം കൊന്നൊടുക്കാൻ തുടങ്ങി. ഒടുവിൽ ദുർഗ തന്നെ മൂകാസുരനായ കൗമനെ നിഗ്രഹിച്ചു. മൂകാസുരൻ ഒടുങ്ങിയ ഇടം മൂകാംബികയായി. കോലമഹർഷിയുടെ അപേക്ഷ സ്വീകരിച്ച് അവിടെ ദേവി സ്വയംഭൂവായി കുടികൊണ്ടു. ദേവിയെക്കുറിച്ച് നിരവധി കഥകളാണ്. തപസ്സിരുന്നവരും അനവധിയാണ്. ഇതിൽ ആദിശങ്കരന്റെ തപസ്സും ദേവീ ദർശനവുമാണ് ഇന്ന് മൂകാംബിക ചൈതന്യത്തെ ഏറ്റവും ദീപ്തമാക്കുന്ന ഐതിഹ്യം. കുടജാദ്രിയിൽ തപം ചെയ്ത ശങ്കരാചാര്യർക്ക് ദേവി പ്രത്യക്ഷയായി. കൂടെ വരണമെന്നും താൻ ആഗ്രഹിക്കുന്നിടത്ത് കുടികൊള്ളണമെന്നും ശങ്കരൻ ദേവിയോട് അപേക്ഷിച്ചു. ശങ്കരനെ അനുഗമിച്ച ദേവി തിരിഞ്ഞു നോക്കരുതെന്ന വ്യവസ്ഥ വെച്ചു. കൊല്ലൂരെത്തവേ തൻ്റെ ചിലമ്പച്ച മറച്ച് ദേവി ശങ്കരനെ പരീക്ഷിച്ചു. സംശയഗ്രസ്തനായ ശങ്കരൻ ദേവിയെ തിരിഞ്ഞു നോക്കി. ആ ശങ്ക ദേവിയോടുള്ള പ്രതിജ്ഞാലംഘനമായിരുന്നു. ദേവി സ്വയംഭൂവിൽ വിലയം പ്രാപിച്ചു. തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട അതേ രൂപത്തിൽ ശംഖചക്രധാരിണിയായി, ചതുർബാഹുവായി, പത്മാസനസ്ഥയായി, സ്വയംഭൂലിംഗത്തിന് പിന്നിലായി പഞ്ചലോഹത്തിൽ ശങ്കരൻ അവിടെ തന്നെ ദേവി പ്രതിഷ്ഠ നടത്തി. ദുർഗയായും സരസ്വതിയായും നാനാഭാവങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ശക്തി ചൈതന്യം 33 കോടി ദേവകളെയും ആവാഹിച്ച് മഹാദേവിയായി വിളങ്ങുന്ന മൂകാംബിക ദേവി സകല കലകൾക്കും മഹാരാജ്ഞിയായി വാണരുളുന്നു. സംശയഖിനിയായി സാധകർക്ക് വിദ്യ തെളിയിക്കുന്നു. ദേവി ഭാഗവതത്തിൽ മഹാലക്ഷ്മി എന്ന് പറയുന്നതാണ് ഈ മൂകാംബിക. മൂകാംബിക എന്ന് ആദ്യം കോലാപുര ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേരും. കോലാപുരം വന്നിട്ട് ഇത് ക്രമേണ കൊല്ലൂർ എന്നായി. ഖമ്മാസുരനെ ദേവി വധിച്ചിട്ട് മൂക്കനിൽ നിന്ന് ഊമയാക്കിയത് കൊണ്ട് മൂകാംബിക എന്ന് പേരായി. കോലഋഷി തപസ് ചെയ്തുകൊണ്ട് കൊല്ലൂർ എന്നായി, കോലാപുരം എന്നായി. ആ കോലാപുരം പോയിട്ട് പിന്നെ കൊല്ലൂർ എന്നാണ്. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര് വന്നത്. ആചാര്യസ്വാമിയുടെ വരുമ്പോൾ സ്വയംഭൂ മാത്രം ഉണ്ടായിരുന്നു. ആചാര്യസ്വാമി ഇവിടെ വന്നു, ഇവിടെ തപസ് ചെയ്തു. തപസ്സിൽ നോക്കിയ പ്രത്യക്ഷ രൂപമാണ് ദേവിയുടെ മേലെ വിഗ്രഹ പ്രതിഷ്ഠ. ആചാര്യസ്വാമി വരുന്ന മുമ്പ് ഈ സ്വയംഭൂ മാത്രം ഉണ്ടായിരുന്നു. അവർ തീർത്ഥയാത്ര ചെയ്തിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു പശു ഇങ്ങനെ സ്വയംഭൂയുടെ മുകളിൽ പാല് വെച്ചിട്ട് നിൽക്കുകയായിരുന്നു. അത് നോക്കിയിട്ട് ഇതെൻ്റെ ഒരു വലിയ ക്ഷേത്രമാണെന്ന് അയാൾ ഇവിടെ നിന്ന് തപസ് ചെയ്യും. അപ്പോൾ ദേവി പ്രത്യക്ഷമാകും. ആ പ്രത്യക്ഷമായ ദേവി ശങ്കരാചാര്യർ നോക്കിയ രൂപമാണ് മുകളിൽ വിഗ്രഹ പ്രതിഷ്ഠ. പിന്നെ ശങ്കരാചാര്യർ അമ്മ മരിക്കുന്ന സമയത്തിൽ ആരും അവർക്ക് സഹായിച്ചിട്ടില്ല, ഈ സന്യാസിയുടെ ഇത് കൊണ്ട്. ആ സമയത്തിൽ അവർ തന്നെ അവരുടെ തായുടെ എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ടുണ്ട് ശങ്കരാചാര്യർ. അപ്പോഴാണ് മൂകാംബിൽ അപ്പോൾ ഒരു ഇതായിട്ടുണ്ട് കേരളത്തിൽ എന്ത് സംസ്കാരം ഇതുണ്ട് അതൊക്കെ ഇതായി പോട്ടെ എന്നിട്ട് ശപിക്കുകയാണ്, ദുഃഖിച്ച്.
അതിൻ്റെ നിവാരണക്കായിട്ടാണ് ഇത് കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കേരളക്കാർ ഇവിടെ ഒന്ന് തപസ് ചെയ്യണമെന്നൊരു ഇത് പറയുന്നുണ്ട്. മറ്റേത് മൂകാംബിൽ എപ്പോഴും 360 ദിവസം എല്ലാ ദിവസവും കേരളക്കാരുണ്ടാവും ഇവിടെ. കേരളക്കാർ ഇല്ലാത്ത ദിവസമില്ല. ഈ ക്ഷേത്രം സിദ്ധിക്ഷേത്രത്തിൽ വന്നാണിത്. ഏത് തപസ് ചെയ്യുന്നവരും ശ്രീവിദ്യാോപാസകരും ആര് വന്ന് ഇവിടെ തപസ് ചെയ്താലും ദേവി അവർക്ക് സിദ്ധി, അവരുടെ അനുഷ്ഠാനം സിദ്ധിയാവുമെന്നാണ് ഇത് ഇവിടുത്തെ പുരാണത്തിൽ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാ കലാപരമായുള്ളവർ എല്ലാവരും ഇവിടെ വന്ന് തപസ് ചെയ്യുന്നുണ്ട്. സംഗീതം, നൃത്യം, പിന്നെ ഇപ്പോഴത്തെ സിനിമ ഇതിലുള്ളവർ, പിന്നെ കഥ എഴുതുന്നവർ എല്ലാവരും ഇവിടെ വരുന്നുണ്ട്. പിന്നെ പഴയ ഇതിൽ ചെമ്പെ വൈദ്യനാഥ് ഭാഗവതർ, പിന്നെ ശെമ്മൻകുടി ശ്രീനിവാസ അയ്യർ, രാജാ രവിവർമ്മ ഇവരെല്ലാവരും ഇവിടെ വന്ന് 48 ദിവസം തപസ് ഭജിച്ച് ദേവിന് സിദ്ധി ചെയ്ത ആളുകളാണ്. ഇന്ന് മൂർത്തി മാത്രം ഉപാസിക്കാൻ അങ്ങനെയില്ല. ഇവിടെ ഏത് ദൈവത്തെ വേണമെങ്കിലും ഉപാസിക്കുക ഇവിടെ. അതാണ് ഇവിടുത്തെ ഏറ്റവും വിശേഷം. സിദ്ധിക്ഷേത്രം ആയതുകൊണ്ട് എല്ലാ ഉപാസകന്മാരും ഇവിടെ അനുഷ്ഠാനം ചെയ്യുന്നത്, നവരാത്രിയും പിന്നെ ബാക്കി ഉത്സവ സമയത്തിലൊക്കെ. ഇന്നൊരു വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഗ്രഹണ സമയത്തിൽ വിശേഷ പൂജ നടക്കുന്നുണ്ട്. ഈ സാധാരണ എല്ലാ അമ്പലങ്ങളിലും ഗ്രഹണ സമയത്തിൽ ഇതായിട്ട് അടിച്ചു വയ്ക്കും. ഇവിടെ അങ്ങനെ അമ്പലം തുറന്നിട്ട് ആ സമയത്തിൽ അഭിഷേകം, അർച്ചന, നൈവേദ്യം, ദീപാരാധന വരെ വിശേഷ പൂജയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഇതൊരു ഇവിടുത്തെ ഇനിയൊരു വിശേഷ ഇതാണ്. വിദ്യാർത്ഥികളായി സകലകലാമയിയായ വാഗീശ്വരിയെ പ്രാർത്ഥിച്ചെത്തുന്ന ഭക്തകോടികളിൽ മലയാളികൾക്ക് എണ്ണമില്ല. ശ്രീ മൂകാംബികയിലെ കുലപ്രതിഷ്ഠ നടുവിൽ സുവർണരേഖയുള്ള സ്വയംഭൂലിംഗമാണ്. ഇതിന് വലതുവശത്ത് സരസ്വതി, ലക്ഷ്മി, ദുർഗ എന്നിങ്ങനെ ദേവീ ചൈതന്യങ്ങളും ഇടതുവശത്ത് ത്രിമൂർത്തികളും കുടികൊള്ളുന്നതായി സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നു. മൂലവിഗ്രഹത്തിന് പിന്നിലായാണ് ആദിശങ്കരനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട പഞ്ചലോഹ വിഗ്രഹം. സർവാഭരണ വിഭൂഷിതയായി വിശിഷ്ടമായ മരതകരത്നമണിഞ്ഞ് ശോഭിക്കുന്ന ദേവീ വിഗ്രഹത്തിന് മുന്നിൽ സ്വർണ്ണമുടിയാൽ ആവരണം ചെയ്യപ്പെട്ടാണ് സ്വയംഭൂലിംഗം സ്ഥിതി ചെയ്യുന്നത്. നിർമാല്യ പൂജാ നേരം ഭക്തർക്ക് ഈ സ്വയംഭൂലിംഗം ദർശിച്ചു വണങ്ങാൻ അവസരമുണ്ട്. ത്രികാലവും ക്ഷേത്രത്തിൽ നിത്യപൂജയുണ്ട്. ഉഷപൂജ 5:15 മണി മുതൽ 8:15 വരെ നീളും. 11:30 തുടങ്ങുന്ന ഉച്ചപൂജ കഴിയുന്നത് 1:30. ഈ സമയമത്രയും ദേവഭക്തർക്ക് ദർശനമരുളും. വൈകിട്ട് 3 മണിക്ക് തുടങ്ങിയാൽ രാത്രി 9 മണിവരെയാണ് ചടങ്ങുകൾ. 8:30 ദേവി സരസ്വതി മണ്ഡപത്തിൽ എഴുന്നള്ളും. നൈവേദ്യം, മംഗളാരതി, അഷ്ടാരാധനാ സേവ, വേദഘോഷം, സംഗീതശ്രുതിവാദ്യം, സർവവാദ്യം ഇവയെല്ലാം ചേർന്നുള്ള പ്രൗഢഗംഭീരമായ എഴുന്നള്ളത്താണത്. 9 മണിക്ക് കഷായ തീർത്ഥ മംഗളാരതിയോടെയാണ് ഈ ചടങ്ങുകൾ അവസാനിക്കുക. തപസ്സിനിടയ്ക്ക് ജ്വരബാധിതനായി അവശനായി വീണുപോയ ശങ്കരാചാര്യർക്ക് ബാലികാരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ദേവി കഷായതീർത്ഥം നൽകിയെന്നതാണ് കഷായതീർത്ഥത്തെക്കുറിച്ചുള്ള ഐതിഹ്യം. മൂകാംബികയിലെ പൂജകൾക്ക് അധികാരം 2 അടിയ കുടുംബങ്ങൾക്കാണ്. ശകവർഷം 1140 വെങ്കടപ്പ് കേളതി രാജാവ് പുറപ്പെടുവിച്ച രാജശാസന അനുസരിച്ചാണ് ഇത്. വിവാഹിതരായവർക്ക് മാത്രമേ ദേവിയെ പൂജിക്കാൻ അർഹതയുള്ളൂ. ശങ്കരാചാര്യർ നിഷ്കർഷിച്ച പ്രകാരം ആഗമാചാരത്തിനനുസരണമായി പച്ചയും മഞ്ഞയും ചുവപ്പും ഞൊറിയിട്ടുടുത്ത പട്ടുവസ്ത്രം ധരിച്ചാണ് ഇവിടെ ഹവ്യക് ബ്രാഹ്മണരായ അടികകൾ പൂജാർപ്പണം നടത്തുന്നത്. വാണിമാതായ ദേവി കേരളത്തിലും നിത്യം പൂജ കൈക്കൊള്ളുന്നുണ്ട്. ശങ്കരാചാര്യർ അപേക്ഷിക്കയാൽ മൂകാംബികാ ദേവി സരസ്വതീ ഭാവത്തിൽ ഉഷപൂജാ വേളയിൽ ചോറ്റാനിക്കരയിൽ സാന്നിധ്യമാവുന്നു എന്നാണ് സങ്കല്പം. മലയാളിയുടെ വാഗർത്ഥ പ്രതിപത്തിക്ക് ഉറവിടമാകുന്ന ഈ രാജേശ്വരിയുടെ സാന്നിധ്യം പനച്ചിക്കാട്, പള്ളിക്കുന്ന്, വടക്കൻ പറവൂർ, തിരുവളയനാട്ടുകാവ്,
ഉത്രാളിക്കാവ് തുടങ്ങിയ കേരള ക്ഷേത്രങ്ങളിൽ വ്യാപിച്ചു നിൽക്കുന്നു. സൗപർണികയിലെ തീർത്ഥസ്നാനം വർണ്ണിച്ച് മതിവരാത്ത കാവ്യോപാസകർ എത്രയാണ് മലയാളത്തിൽ. ക്ഷേത്രത്തിന് അധികം അകലെ അല്ലാതുള്ള ഈ സ്നാനഘട്ടത്തിൽ മുങ്ങി ഈറനോടെയാണ് ഭക്തർ ദേവീ ദർശനത്തിന് പോവുക. കുടജാദ്രിയിൽ നിന്ന് ഊറിയെത്തുന്ന 64 പുണ്യതീർത്ഥങ്ങളെ നിറച്ചാണ് സൗപർണികയുടെ പ്രയാണം. ദേവീ ദർശന സമയത്തും ഈ പുണ്യതീർത്ഥത്തിൻ്റെ കുളിർമ ഭക്തനെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ടാവും. ആദിശങ്കരൻ ധ്യാനത്തിലിരുന്ന കുടജാദ്രി സാനുക്കൾ ക്ഷേത്രത്തിൽ നിന്നാൽ കാണാം. കടൽ നിരപ്പിൽ നിന്നും 4500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പുണ്യശൃംഗം കയറുകയെന്നത് മറക്കാനാവാത്ത ആത്മീയ അനുഭൂതിയാണ്. സന്യാസി ഗുഹകളുടെയും ചെറുക്ഷേത്രങ്ങളുടെയും മുകളിലായി കരിങ്കല്ലിൽ തീർത്ത സർവജ്ഞപീഠം അഥവാ ശങ്കരപീഠം ഇവിടെ കുടികൊള്ളുന്നു. ആചാര്യർ തപം ചെയ്ത ചിത്രമൂല ഗുഹയും ഇവിടെ തന്നെയാണ്. ദേവി രൗദ്രരൂപിണിയായി ആരാധിക്കപ്പെടുന്ന താന്ത്രിക ക്രിയാപ്രധാനമായ ക്ഷേത്രവും ഇവിടെയുണ്ട്. അക്ഷരാത്മികയായ ദേവി സരസ്വതീ മണ്ഡപത്തിലെ കാവ്യ കലാർച്ചനകളാൽ നിത്യവും പൂജിതയായിരിക്കുന്ന മൂകാംബികയിൽ നവരാത്രി ഉത്സവം ചടങ്ങുകളാലും ആചാരങ്ങളാലും ആകർഷകവും അനുഭൂതികളാൽ അനിർവചനീയവുമാണ്. വർഷത്തിൽ 2 പ്രാവശ്യം ഇവിടെ ഉത്സവം നടക്കും. ഒന്ന് ഈ ശരന്നവരാത്രി, ഈ 9 ദിവസം വിശേഷ പൂജകളുണ്ട്. 9 ദിവസവും 9 ദുർഗയായിട്ട് ദേവിനെ ഉപാസിക്കുന്നുണ്ട് നവരാത്രിയിൽ. ദേവജാത, യോഗനിദ്ര ദേവജാത, മഹിഷാസുരമർദ്ദിനി, പിന്നെ ധൂമ്രഹ, ചണ്ഡമുണ്ഡ, രക്തബീജ, നിശുംഭ, ശുംഭ, ഇങ്ങനെ 9 ദുർഗയായിട്ടാണ് 9 ദിവസം പൂജ. പിന്നെ 10ാമത്തെ ദിവസം വിജയദശമി, ദശമി ഉത്സവം, രാത്രി വിജയോത്സവം നടക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ദശമി ദിവസമാണ് ഇവിടുത്തെ പുത്രി, വളരെ വിശേഷപ്പെട്ട ഒരു പൂജയാണത്. പുത്രി മുഴുവൻ കൊണ്ടുവന്ന് ഇവിടുത്തെ ഒരു മണ്ഡപമുണ്ട്, അവിടെ വെച്ചിട്ട് അവിടെ പുത്രി പൂജയൊക്കെ ചെയ്യും. അത് ചെയ്ത് അകത്ത് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് അവിടെ പൂജയൊക്കെ ചെയ്തിട്ട് അവസാന പൂജ ആയ ശേഷം ഓഫീസിൻ്റെ അടുത്ത് എല്ലാ ഭക്തന്മാർക്കും ഈ പുത്രി പ്രസാദം കൊടുക്കുന്നുണ്ട് അമ്പലത്തിൽ. അങ്ങനെ നവരാത്രി 9 ദിവസം ഈ ഉത്സവം, 10ാമത്തെ വിജയോത്സവം നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഉപാസിക്കുന്നവരാണ് ദമ്പതിയുക്തമായിട്ട് ഉപാസിക്കുന്നത് വളരെ വിശേഷമാണ്. ദേവി പിന്നെ ശിവനും ശക്തിയും 2 ഉള്ളത് കൊണ്ട് സീതാരാമൻ ഉപാസിക്കുക, ഉമാമേശ്വരൻ ഉപാസിക്കുക, മഹാലക്ഷ്മി വിഷ്ണുവായിട്ട് ഉപാസിക്കുക. പിന്നെ എല്ലാ ദമ്പതിയുമായിട്ട് വിശേഷിക്കുന്ന പൂജ വളരെ വിശേഷമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ജ്ഞാനതൃഷ്ണയും കലോപാസനയും തെളിഞ്ഞു നിൽക്കുന്ന സുമനസ്സുകൾക്ക് മൂകാംബികാദേവിയുടെ സന്നിധിയിൽ എന്നും വിജയദശമിയാണ്. നിത്യം വിദ്യയുടെ പുതുക്കിയെടുക്കലാണ്.